നമസ്കാരം. ഏതായാലും രണ്ടാഴ്ചത്തേക്ക് ലോകം യുദ്ധഭീതിയിൽ നിന്ന് മോചിതരാകുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഒപ്പം ഇസ്രായേലും ഇതിനോട് പൂർണ്ണമായും യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു രസകരമായ കാര്യം, ഇതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പലരും രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പാകിസ്ഥാനാണ് ഇക്കാര്യത്തിൽ തങ്ങളാണ് മുൻകൈ എടുക്കുന്നത് എന്നും ഇത് അവസാനിപ്പിക്കാൻ തങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ പല തള്ളുകളും നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ഇറാനിലെ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി മാധ്യമങ്ങളോട് പറഞ്ഞത് പാകിസ്ഥാൻ ഇതിലൊരു കാര്യവുമില്ല എന്നാണ്. ഇന്ത്യ ഇടപെടുകയാണെങ്കിൽ ഒരുപക്ഷെ വിഷയത്തിന് പരിഹാരം കാണാമായിരിക്കും. അതല്ലാതെ പാകിസ്ഥാൻ ആകെ ഈ എണ്ണവില കുറച്ച് കാണുമെന്ന ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ എന്നും അതിനുവേണ്ടിയുള്ള അവരുടെ ഈ തരികിട കളിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുമാണ് ഇറാനിലെ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി ഇന്ത്യയിലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയാണ് ഇതിൽ മുഖ്യ പങ്ക് വഹിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ ആണ് ചൈനയെ ഈ രംഗത്തേക്ക് എത്തിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. ചൈന ഇറാൻ്റെ വളരെ അടുത്ത ഒരു പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ ചൈന ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടുമെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. എങ്കിലും അവരാകട്ടെ ഇക്കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുകയായിരുന്നു. എന്നാൽ മേഖലയിലാകെ വല്ലാത്ത ഒരു പ്രതിസന്ധി രൂപം കൊള്ളുകയും ഹോർമസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ചൈന ഇക്കാര്യത്തിൽ വളരെ സജീവമായി ഇടപെട്ടത്. പാകിസ്ഥാൻ ചർച്ചയിൽ പങ്കെടുത്തിരുന്നിരിക്കാം. പക്ഷേ ഇതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ചൈന തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തലായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് തടിയൂരാൻ ശ്രമിച്ചത് എന്ന് തന്നെ വേണം കരുതാൻ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണകൂടം അങ്ങേറ്റം ദുർബലമാണ്. മാത്രമല്ല നിരന്തരമായി ട്രംപിന് സ്തുതിഗീതം പാടുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും അവിടുത്തെ യഥാർത്ഥ ഭരണാധികാരിയായ സൈനിക മേധാവി അസീം മുനീറിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ട് തന്നെ അമേരിക്കയെ എന്ത് വില കൊടുത്തും തൃപ്തിപ്പെടുത്തുക, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് നൊബേൽ സമ്മാനത്തിനായി ശുപാർശ ചെയ്യുക തുടങ്ങിയിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് ചെറിയൊരു സ്നേഹവും അനുഭവവും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നത്. ഈ തക്കം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചതുമൊക്കെ തങ്ങളുടെ ഒരു കഴിവുകൊണ്ടാണ് എന്ന് പ്രചരിപ്പിക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം വെടിനിർത്തൽ നിർദ്ദേശത്തോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ തോതിൽ യോജിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചൈനയുടെ സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായിട്ടാണ്, അതല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഈ തീരുമാനമെടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇറാനിലേക്ക് നേരിട്ട് കടന്നു ചെന്ന് അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അത് യുദ്ധക്കുറ്റവാളിയായി തന്നെ ഭാവിയിൽ ചിത്രീകരിക്കപ്പെടുമെന്നും വലിയ തോതിലുള്ള നിയമ നടപടി തന്നെ താൻ ഒരുപക്ഷെ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ട്രംപ് വൈകിയാണ് മനസ്സിലാക്കിയത് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചതുപോലുള്ളൊരു ആക്രമണം നടത്തിയാൽ ചൈനയും റഷ്യയൊന്നും വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള കാര്യം ട്രംപിന് നന്നായി മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ചൈന തന്നെ മുൻകൈ എടുത്ത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ ഇടയായതെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 2 ആഴ്ച സമയമുണ്ട്. അതിനൊക്കെ എങ്ങനെയെങ്കിലും യുദ്ധം തീർക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചൈന മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ മേഖലയിലെ പ്രധാനപ്പെട്ട വൻ ശക്തികൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ശ്രമങ്ങൾ നടത്തിയാൽ ഇനി അങ്ങോട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം നേരത്തെ ഇതിന് പ്രധാനമായും ഒരു പ്രതിസന്ധി ആയിരുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു. പിന്നെ ഇസ്രായേലും. ഇന്ത്യക്ക് ഇസ്രായേലുമായും ഇറാനുമായും അമേരിക്കയുമായും നല്ല ബന്ധമാണ് എങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്ത്യയോട് അത്ര നല്ല സുഖത്തിലല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ട്രംപിൻ്റെ പേര് നമ്മൾ നൊബേൽ സമ്മാനത്തിന് ഇന്ത്യ ശുപാർശ ചെയ്തില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ച താനാണെന്ന് വീമ്പടിച്ചപ്പോൾ അങ്ങനെ ട്രംപൊന്നും അല്ലാതെ ഞങ്ങൾ തന്നെയാണ് പ്രശ്നം ഒത്തുതീർത്തതെന്ന് ഇന്ത്യ വളരെ കൃത്യമായി നിലപാടെടുക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് വല്ലാതെ പ്രകോപിതനാവുകയായിരുന്നു. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇന്ത്യ ഇടപെട്ടാൽ ഒരുപക്ഷെ ട്രംപ് വഴങ്ങില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെ ഇന്ത്യയോടുള്ള സ്നേഹപൂർവ്വമായ ഒരു നിരസിക്കലായിരിക്കും നടത്തുക എന്നൊക്കെയാണ് കരുതിയിരുന്നതെങ്കിൽ പോലും നിലവിലെ അവസ്ഥയിൽ ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ടെത്തിയാൽ പ്രശ്നം അവസാനിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പാകിസ്ഥാൻ ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോകത്തെ ഏറ്റവും ദരിദ്രമായ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാത്ത, പിന്നെ ഇറാനെ പോലെ ഒരു മുസ്ലിം രാജ്യമാണെന്നുള്ള പ്രത്യേകത മാത്രമുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സൈന്യവും അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ അമ്പേ പരാജയമാണ് എന്ന് ലോകം ബോധ്യപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡൻ്റെ കാല് പിടിക്കുക മാത്രമായിരിക്കും അവർക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക. പക്ഷേ ചൈന പോലുള്ള ഒരു വൻശക്തി ഇടപെടുകയും ഒരുപക്ഷെ ഇന്ത്യയുടെയൊക്കെ തന്നെ ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും അല്ലാതെ വെറുതെ വീരവാദം മുഴക്കുകയോ അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഇന്ത്യക്ക് പണ്ട് മുതലേ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും വേഗം ഒത്തീർപ്പാക്കാൻ തന്നെ ഇടവരും എന്നാണ് എല്ലാവരും കരുതുന്നത്.
ഏതായാലും ചൈന ഈ മേഖലയിലെ ഒരു വലിയ ശക്തി എന്നുള്ള നിലയിൽ അവരവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു. ഒപ്പം പാകിസ്ഥാന് വേണമെങ്കിൽ ഞങ്ങളാണ് ചൈനയെ എത്തിച്ചത് എന്ന് പറഞ്ഞ് ഒന്ന് ക്രെഡിറ്റ് അടിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ.